ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേര സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് റാഗി വെച്ചിട്ടാണ്. വളരെ ഹെൽത്തിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു നാടൻ രീതിയിലാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് റാഗിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതവിടെ 4 ടേബിൾ സ്പൂണോളം റാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ റാഗിപ്പൊടി ഇല്ലെങ്കിൽ റാഗിയാണ് ഉള്ളത് വെച്ചെങ്കിൽ അത് വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തിട്ട് അരച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് അരക്കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടി എടുക്കണം കേട്ടോ. പഴകിയിട്ടുള്ള പൊടിയൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റിനൊരു വ്യത്യാസം വരും. അപ്പോൾ ഞാനിവിടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു വലിയൊരു അച്ചും പിന്നെ ചെറിയൊരു കഷ്ണം മാത്രമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മതി. അതന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മധുരം ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഈ ഒരു വെള്ളം ചേർക്കുന്നതൊക്കെ കറക്റ്റ് അളവാണ്. അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരുപാടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മെൽറ്റായാൽ മാത്രം മതി. അപ്പോൾ അതാ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് റാഗിൻ്റെ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം വെച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു വെള്ളം നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക. ഇപ്പോൾ അത് നല്ല രീതിയിലൊന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റാഗിപ്പൊടിയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിലൊന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പറയുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയാവും. പിന്നെ നമ്മളിത് ചൂടുള്ള വെള്ളത്തിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം 1 മിനിറ്റ് ആയപ്പോഴേക്കും ഇതുപോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ മീഡിയത്തിൽ നിന്ന് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് 2 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം. അപ്പോഴേ ഇതിൻ്റെ ആ ഒരു ചുവ മാറിക്കിട്ടുള്ളൂ. അതായത് ഈ ഒരു റാഗി നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോഴേ അതിൻ്റെ ആ ഒരു പച്ചച്ചുവ ഉണ്ടാവും, അതൊന്ന് മാറിക്കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഇതേപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതല്ല നിങ്ങൾ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ഒക്കെ പാത്രം എടുക്കുകയാണെങ്കിൽ അടി കട്ടിയുള്ള പാത്രം എടുക്കുക. എന്നിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നല്ലപോലെ അടിയിൽ പിടിക്കും. ഇപ്പോൾ അതാ റാഗിയൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക. 1 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ശർക്കരപ്പാനി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ 1 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു റാഗിയും കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ശർക്കരപ്പാനി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് യോജിച്ച് വരുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേ ഇതൊന്ന് യോജിച്ച് വരുള്ളൂ. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു സമയത്തൊക്കെ ഫ്ലെയിം വളരെ കുറച്ചിട്ട് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതാ ഒരു ശർക്കരപ്പാനിയും ആ റാഗിപ്പൊടിൻ്റെ ആ ഒരു മിക്സും നല്ല രീതിയിൽ യോജിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഒന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് നമ്മൾ കുടിക്കുന്ന ഒരു സമയത്ത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഏലക്കയാണെങ്കിൽ 1-2 ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് നെയ്യിൽ തേങ്ങാക്കൊത്തോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ എന്തെങ്കിലും വറുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിയതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരവിയത് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ തേങ്ങ ചിരവിയതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇടയിലൊക്കെ തേങ്ങ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവിയതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലിൽ ഇത് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. മറ്റ് പാക്കറ്റ് പാലിലൊന്നും ഇത് ചെയ്തെടുക്കരുത് കേട്ടോ, തേങ്ങാപ്പാലിൽ തന്നെ ഇത് ചെയ്തെടുക്കണം. അപ്പോൾ 1 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml കപ്പിന് ഏകദേശം 1 കപ്പ് ഉണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഇതിൽ നമ്മൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല, ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാസ്സിൽ ഒഴിച്ചു കുടിക്കുന്ന രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഇവിടെ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ റാഗിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ റാഗിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കുക കേട്ടോ. ഇത് കുടിക്കുന്ന സമയത്ത് റാഗിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. റാഗിപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കണമെന്ന് തന്നെ അറിയില്ല കേട്ടോ, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.